Praise the Lord. Praise the Lord. It's a privilege to stand with the Word of God. നിങ്ങളോടൊപ്പം വീണ്ടും നിൽക്കാനിടയായതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. It is an honor to represent the living God. ദൈവത്തെ ഒന്ന് പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് ഒരു ബഹുമാനമാണ്, ഒരു പദവിയാണ്. If you read the greetings of Paul to all the churches of the world, പൗലോസ് ലോകം മുഴുവനുള്ള സഭയ്ക്ക് വേണ്ടി എഴുതുന്നതോട് നോക്കിയാൽ you can see his pride in serving God. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് നമുക്ക് pride in serving the living പറയുന്നത് God. തന്റെ അഭിമാനത്തോടെയാണ് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. I'm a bond servant of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദാസൻ എന്ന് പറയുന്നതിനെ പൗലോസ് അഭിമാനത്തോടെയാണ് പറയുന്നത്. I'm set apart for Jesus Christ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണെന്ന് പൗലോസ് പറഞ്ഞു. I'm saved for Jesus Christ. ഞാൻ കർത്താവായ യേശുവിന് വേണ്ടി രക്ഷിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. But I'm also an ambassador of the living God. കർത്താവിന്റെ ഒരു സ്ഥാനപതിയായി ലോകത്തിലായിരിക്കുന്ന കർത്താവ് പറയുന്നു. He was so proud to serve this God. ദൈവത്തെ സേവിക്കുന്നവന് അവന് വളരെ അഭിമാനമുണ്ടായിരുന്നു. Few months back where I live, ഞാൻ പോരുന്നതിന് മുമ്പ് ചില മാസങ്ങൾക്ക് മുമ്പ് I go to a gym near my house. എൻ്റെ വീടിനടുത്തുള്ള ഒരു ജിംനേഷ്യത്തിൽ ഞാൻ പോയി. I have a trainer who trains me at the എന്നെ ജിംനേഷ്യത്തിൽ ട്രെയിൻ ചെയ്യാനായിട്ട് അവിടെ എനിക്കൊരു ട്രെയിനർ ഉണ്ട്. So one day I walk into the gym for a class. It's 1 hour. ഞാൻ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ജിംനേഷ്യത്തിലേക്ക് ചെന്നു. He asked me casually, "Hey Jibby, what are you doing for the weekend?" എന്നോട് വളരെ സാമാന്യമായ വിധത്തിൽ ചോദിച്ചു, നീ ആഴ്ച അവസാനം ഈ വീക്കെൻഡിൽ എന്നാ ചെയ്യാൻ പോകുന്നത്? I told him I'm working for Jesus Christ this weekend. ഞാൻ പറഞ്ഞു, ഈ വീക്കെൻഡ് വരുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു. It hit him like a stone. അവന് തലയിലൊരു കല്ല് വീണ പോലെ തോന്നി. He expected I would say, "Hey, I'm playing video games during the weekend." പുള്ളി പ്രതീക്ഷിച്ചത് വീക്കെൻഡിൽ ഞാനിരുന്ന് വീഡിയോ ഗെയിം ഒക്കെ കളിച്ചിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. That I'm playing soccer during the weekend. ഞാൻ അന്ന് ഫുട്ബോൾ കളിക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. I said I'm working for Jesus Christ. എന്നാൽ ഞാൻ കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ He wanted to know more. അവന് കൂടുതൽ അറിയണം. We started talking. സംസാരിക്കാൻ തുടങ്ങി. Half hour class became 1 hour. We talked ഏതാണ്ട് ഒരു മണിക്കൂറോളം അധികമായിട്ട് സംസാരിച്ചു. He had 2 classes after that. He cancelled all of that. അദ്ദേഹത്തിന് എനിക്ക് ശേഷം 2 ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് താൻ ക്യാൻസൽ ചെയ്തു. We started talking. അവൻ സംസാരിക്കാൻ തുടങ്ങി. Within 2 hours. 2 മണിക്കൂർ സംസാരിച്ചു. The guy is 6'5" tall. 6 അടി 5 അടി 5 ഇഞ്ച് പൊക്കമുള്ള ഒരു വ്യക്തിയാണ്. Built with muscles. നല്ല ശരീരത്തിൽ നല്ല മാംസപേശിയിൽ ബിൽഡ് ചെയ്തൊക്കെയാണ്. He's a mini Goliath. അതാ ഒരു ചെറിയൊരു ഗോലിയാത്താ പുള്ളി. He started crying. അവൻ കരയാൻ തുടങ്ങി. He started sobbing like a child. അവൻ ഒരു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. He told me, ഞാനോട് പറഞ്ഞു, for the last 2 weeks, 2 ആഴ്ചയായിട്ട് I hear 2 voices in my ears. എന്റെ ചെവിയിൽ 2 ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു. The right ear says, "Go commit suicide." അവന്റെ വലത്തുവശത്തുള്ള ചെവിയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു, പോയി ആത്മഹത്യ ചെയ്യേ, There is no point living. ജീവിക്കുന്നൊരു അർത്ഥവുമില്ല. The left side ear said, "Wait, not yet." എന്നാൽ ഇടത്ത് ചെവി പറഞ്ഞുകൊണ്ടിരുന്നു, ഒരിക്കലും പാടില്ല, വെയിറ്റ് ചെയ്യേ. He still comes to church. He got saved that night. അവൻ അന്ന് രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അവൻ സഭയിൽ വരുന്നുണ്ട്. He comes every Sunday to church. അവൻ എല്ലാ ഞായറാഴ്ചയും സഭയിൽ വരുന്നുണ്ട്. World needs Jesus. കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം, Jesus is the answer. കർത്താവാണ് എല്ലാത്തിന്റെയും ഉത്തരം. Look at United States today. ഇന്ന് അമേരിക്കയിലെ സ്ഥിതി അതാണ്. The most blessed nation in the world. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് അമേരിക്ക. Blessed medicines and the doctors in the world. എന്നാൽ ദൈവത്തിന്റെ പല വിധത്തിലും ദൈവം ഇതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. The mortality rate is rising. Death rate is rising in America. Death rate. മരണത്തിന്റെ നിരക്കൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. It's not about the best medicine. മരുന്നുകൾക്കോ മറ്റു മന്ത്രങ്ങൾക്കോ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. It's not about the best doctors. ഏറ്റവും നല്ല ഡോക്ടർ ഉണ്ടായിട്ട് കാര്യമില്ല. 2 problems. 2 പ്രശ്നങ്ങൾ. Drug overdose. ഒന്ന്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അധികമായ ഉപയോഗം. Gun control. 2, ചില പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ. People are dying in the United States. ആയിരക്കണക്കിന് ജനങ്ങൾ അമേരിക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. All needs Jesus. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ഇതിന് പരിഹാരമുണ്ട്. He
It's time for us to be proud for Jesus. നമ്മൾക്ക് എന്റെ ജീവിതം ഞാൻ പറയട്ടെ, ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നു. God has called to be ambassadors. നമ്മൾ കർത്താവിന്റെ സ്ഥാനപതികൾ നിൽക്കുന്നതിനകത്ത് അഭിമാനമുണ്ട്. In Jerusalem, യെരൂശലേമിൽ മാത്രമല്ല, in Judea, യൂദയിൽ മാത്രമല്ല, Samaria, ശമരിയയിൽ മാത്രമല്ല, the world around. ലോകത്തിന്റെ എല്ലാ അറ്റത്തോളവും Ambassadors for the living God. കർത്താവിന്റെ സ്ഥാനപതികളായി, ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനപതികളായി നിൽക്കുവാൻ God is going to take you some around the world as his ambassadors. എന്നെയും നിന്നെയും ദൈവം ലോകം മുഴുവനും അവന്റെ സ്ഥാനപതികളായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നു. This is not a prophecy. ഇതൊരു പ്രവചനമല്ല, This is a word of God. ഇത് ദൈവത്തിന്റെ വചനമാണ്. This is for you to claim. ഇത് നിങ്ങൾക്കൊരു നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. That you would be my ambassador നിങ്ങൾ അവന്റെ സ്ഥാനപതികളായിരിക്കണം around the world. ലോകം മുഴുവൻ. How many ambassadors are in house tonight? ഈ സഭയിൽ എത്ര സ്ഥാനപതികൾ ഇവിടെ ഉണ്ട് ഇന്ന്? How many ambassadors are in house tonight? ഇന്ന് അവന്റെ സഭയിൽ എത്ര സ്ഥാനപതികളുണ്ട്? How many are proud to serve this living God? എത്ര പേരെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അഭിമാനിക്കുന്നു? We are called to be salt of the earth. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നുള്ള നമ്മുടെ തീമാണല്ലോ. How does salt form? എങ്ങനെയാണ് ഉപ്പുണ്ടാകുന്നത്? Common salt is from the sea. ശരി, സാധാരണ ഉപ്പെടുക്കുന്നത് കടലിൽ നിന്നാണ്. Salt will become salt only if the wave stops. ഉപ്പാകുന്നത് അതിന് രുചിയുള്ളപ്പോൾ മാത്രമാണ്. To make salt, all you need to do is put a boundary around that water. വെള്ളം, ഉപ്പ് കലർന്ന വെള്ളത്തിൽ, കടൽ വെള്ളത്തിന് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നതാണ് ഉപ്പുണ്ടാക്കാനുള്ള ആദ്യത്തെ പടി. It will naturally become salt if the waves stop. ചുറ്റും തടുത്തു നിർത്തിയാൽ സ്വാഭാവികമായി ഈ വെള്ളം ഉപ്പായിട്ട് മാറും. How many of you know what I'm talking about? നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Only if that headache stops, I can learn well. നമ്മുടെ Headache stops, I can be a good student. നമ്മുടെ നല്ലൊരു വിദ്യാഭ്യാസം സ്റ്റുഡന്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. Only if that bickering boss goes away, I can work well. നമ്മുടെ ചില മുൻവിധികൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയൂ. If the waves stop, I can become salt again. നമുക്ക് വീണ്ടും ആഗ്രഹിച്ച് പ്രവർത്തിച്ചാൽ ഉപ്പായി തീരുവാൻ കഴിയും. Only if I got married, I will have a good life. എനിക്ക് കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ ഒരു ഭാര്യ ഉണ്ടാകത്തുള്ളൂ. Only if I can get some children, I'll be happy. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഞാൻ സന്തോഷിക്കത്തുള്ളൂ. Only if the waves stop, I can become salt again. അത് എങ്ങനെ തുടങ്ങുന്നു എന്ന അനുസരിച്ചാണ് നമ്മൾ ഉപ്പ ആയിത്തീരുക അല്ലാതെ ചെയ്യുന്നത്. Today the word of God is telling you, ഇന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു, my God can put a boundary around the waves. ദൈവം എനിക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നു. God is expert at building fences. നമ്മുടെ ദൈവം വേലി കെട്ടുന്നതിൽ വിദഗ്ധനാണ്. He is an expert at building boundaries. നമുക്ക് വേണ്ടി പരിധികൾ കൽപ്പിക്കുന്നതിന് ദൈവത്തിന് താല്പര്യമുണ്ട്. You go to the land of Goshen. ഗോശൻ ദേശത്തേക്ക് നോക്കിയാൽ, before the plagues attacked Egypt, ആ ബാധകൾ ഇസ്രായേലിൽ പെരുകി വരുമ്പോൾ God did one thing. ദൈവം അതിനൊരു വേലി കെട്ടി. Build a boundary around Goshen. ദൈവം അതിന് ഒരു വേലി ആ ഗോശൻ ദേശത്തിന് ചുറ്റും കെട്ടി. The frogs came. തവളകൾ വന്നു. Frogs are in king's palaces. അവന്റെ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്നു. Frogs are in every house. എല്ലാ വീടുകളിലും തവള കയറി. This frog cannot cross the boundary of God. എന്നാൽ ദൈവം വെച്ച അതിർത്തി ലംഘിച്ച് ഗോശൻ ദേശത്ത് കടക്കാൻ ഒരു തവളയ്ക്ക് പോലും കഴിഞ്ഞില്ല. Locusts came. വെട്ടുക്കിളികൾ വന്നു. Flies came. വീച്ചകൾ വന്നു. Locusts could not climb the boundary, fly over the boundary of God. ഇതൊന്നിനും വെട്ടുകിളിക്ക് പോലും ദൈവം വെച്ച അതിർത്തി കടന്ന് ആ ഗോശൻ ദേശത്ത് അകത്ത് കയറാൻ സാധിച്ചില്ല. Our God is an expert at building boundaries. ദൈവത്തെ പോലെ വിദഗ്ധനായിട്ട് മതിൽ കെട്ടാൻ കഴിവുള്ള ഒരുവൻ വേറെ ഇല്ല. Darkness came. വെട്ടുക്കിളികൾ വന്നു. I'm an engineer. ഞാനൊരു എഞ്ചിനീയർ ആണ്. I have a PhD in engineering. എനിക്ക് എഞ്ചിനീയറിംഗിൽ PhD ഉണ്ട്. I don't know how God did that. എന്നാൽ എനിക്ക് പോലും അറിയത്തില്ല ദൈവം എങ്ങനെയാണ് അത് ചെയ്തത്. How can he stop darkness in one area? ഏത് സ്ഥലത്ത് എങ്ങനെയാണ് ദൈവം വേലി കെട്ടുന്നത് എനിക്കറിയത്തില്ല. How can he have darkness in one area and light in the other area? ഒരു സ്ഥലത്ത് വെളിച്ചം വരുന്നു, ഒരു സ്ഥലത്ത് വെളിച്ചം വരുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കും? That's the beauty of God's boundary. അതാണ് ദൈവത്തിന്റെ മതിലിന്റെ പ്രത്യേകത. Hallelujah. ഹല്ലേലൂയ. Our God is an expert at building boundaries. ദൈവം മതിൽ കെട്ടുന്നതിൽ ഒരു വിദഗ്ധനാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്. No Satan can penetrate his boundary. ആമേൻ. ദൈവം പിതാക്കന്മാർക്ക് ചുറ്റും വേലി കെട്ടി. Satan needs permission to cross God's boundary. യോബിന് ചുറ്റുമായി കെട്ടിയ വേലി പൊളിക്കാൻ
പിശാച് ആ ദൈവത്തോട് അനുവാദം ചോദിച്ചു. He had to go and ask. Satan had to have God permission to cross Job's boundary. പിശാചിന്റെ വേലി പൊളിക്കണമെങ്കിൽ ചുമ്മാതങ്ങ് പൊളിക്കാൻ പറ്റത്തില്ല. അവന് ദൈവത്തിന്റെ പെർമിഷൻ കിട്ടിയാലേ സാധിക്കത്തുള്ളൂ. How many of you can see the boundary around you? നിങ്ങൾക്ക് ചുറ്റുമുള്ള ദൈവം കെട്ടിയിരിക്കുന്ന വേലി എത്ര പേർക്ക് കാണാൻ No കഴിയുന്നുണ്ട്? Satan can penetrate your boundary. പിശാചിന് ഈ വേലി പൊളിച്ചകത്ത് കയറാൻ സാധ്യമല്ല. Satan needs permission to penetrate your boundary. അവസരം കാത്തിരിക്കുകയാണ് വേലി പൊളിക്കാൻ. How many of you can see the boundary around you tonight? നമ്മൾക്ക് ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾക്ക് ചുറ്റും എത്ര പേർക്ക് ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്? Oh, hallelujah. Hallelujah. When the floods hit Kerala, ദൈവത്തിന് കഴിഞ്ഞ നാളിൽ ഇവിടെ ജലപ്രളയം ഉണ്ടായപ്പോൾ God did one thing before he sent the flood. ദൈവം വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞു പ്രളയം വരാൻ പോവുകയാണ്. He put a boundary around each of you. പക്ഷേ ദൈവം വേലി കെട്ടി ഇവിടെയുള്ളവരെ പരിപാലിച്ചു. He put a boundary around your house. നിങ്ങളുടെ വീടിന് ചുറ്റും ദൈവം വേലി കെട്ടി. He put a boundary around this church. നിങ്ങളുടെ സഭയ്ക്ക് ചുറ്റും വേലി കെട്ടി. I've been hearing the testimonies one after the other. അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ അതിനുശേഷം കേൾക്കാനിടയായി. The devil's flood cannot penetrate your boundary. പിശാചിന് ദൈവത്തിന്റെ വേലി പൊളിക്കാൻ സാധ്യമല്ല. Hallelujah. How faithful is our God. ദൈവം എത്ര വിശ്വസ്തനാണ്. The word of God creates something new today. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് Let the word of God break some insecurities today. ഇന്ന് പകൽക്കാലം ദൈവ പ്രവൃത്തിയുടെ ശക്തി മനസ്സിലാക്കാൻ Bring faith today. ദൈവം എത്ര വിശ്വസ്തനാണ് ഇന്ന്. Let the word of God open some eyes today. ദൈവത്തിന്റെ പ്രവൃത്തി ഫറവോന്റെ പ്രവൃത്തി എത്രമാണ്. How many of you can see the boundary around you? നിന്റെ വീട്ടിന്റെ ചുറ്റുമുള്ള ബൗണ്ടറി എത്ര പേർക്ക് കാണാൻ കഴിയുന്നു? No Satan can penetrate that boundary. ഓ പിശാചിന് ഇത് തകർക്കാൻ തൊടാൻ പറ്റത്തില്ല. How many can believe in faith? നിങ്ങൾക്ക് വിശ്വാസത്താൽ എത്ര പേർക്ക് എനിക്ക് ചുറ്റും ദൈവത്തിന് ദൈവത്തിന് ആരാധിക്കുക. Oh, hallelujah. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കുക. Jesus name. Hallelujah. ആമേൻ. അവനാണ് നമ്മുടെ വേലി. Oh, sharala baba baba. Jesus. യേശുവിന്റെ നാമത്തിൽ. Oh, hallelujah. Lord, open our eyes. Open our eyes. Let us see the boundary around us. Let's see the boundary on the church. Let's see the boundaries. Hallelujah. Hallelujah. Amen. Oh, glory to God. ദൈവത്തിന് Glory to God. Once God puts a boundary around it, നമുക്ക് വേണ്ടി ദൈവം ഒരു വേലി കെട്ടിക്കഴിഞ്ഞാൽ the salt starts crystallizing. ആ കടൽ വെള്ളത്തിന് ചുറ്റും ഒരു ബൗണ്ടറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പടി ഉപ്പ് പരലുകളായി രൂപാന്തരപ്പെടാൻ ആരംഭിക്കും. Once it crystallizes, ഒരിക്കലത് പരലായി തീർന്നാൽ do you know where it goes? അതെവിടെ പോകുന്നു അറിയാമോ? It goes when turmeric is stored in the kitchen. Praise God. അത് എങ്ങോട്ട് പോകുന്നു അറിയാമോ? അത് കിച്ചണിലേക്ക് പോകും. When coriander is stored in the kitchen. മഞ്ഞൾ അടുക്കളയിലേക്ക് പോകും. മല്ലി അടുക്കളയിലേക്ക് പോകും. When ginger is in the work area. ആമേൻ. Ginger. ഇഞ്ചി വർക്ക് ഏരിയയിലേക്ക് പോകും. When clove is in the corner of the kitchen. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഗ്രാമ്പു ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുമ്പോൾ the salt goes to the king's table. എന്നാൽ ഉപ്പ് അങ്ങനെയല്ല. അത് മേശമേൽ രാജാവിന്റെ മേശമേൽ വരും. ബാക്കിയുള്ളവർക്ക് അടുക്കളയിൽ ഇരിക്കുമ്പോൾ മൂലയ്ക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും മാന്യമായ സ്ഥലത്ത് പോലെ ഉപ്പിന്റെ സ്ഥാനം മനസ്സിലാക്കി ആരാധിക്കും. ആമേൻ. You are called to serve at the king's table. നിങ്ങൾ രാജാവിന്റെ മേശയിൽ പരിചരിക്കാൻ വേണ്ടി അവിടെ കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. You are called to serve at the general's table. രാജാവായ രാജാവിന്റെ മേശപ്പുറത്ത് വയ്ക്കാൻ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. You may think you are small. നിങ്ങൾ ചെറുതാണെന്ന് വിചാരിക്കും. You may think you are insignificant. നിങ്ങൾ ഒട്ടും പ്രാധാന്യം ഇല്ലാത്തവരാണെന്ന് വിചാരിക്കും. Child of God, today the word of God tells you. എന്നാൽ ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നു, you are called to serve in the king's table. നീ രാജാവിനെ സേവിക്കുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ആമേൻ. Oh, how many can accept this word of God with faith today? ഇന്ന് പകൽക്കാലം ഈ സത്യം എത്ര പേർക്ക് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ ഏറ്റെടുക്കാൻ സാധിക്കും? All insecurities vanish in Jesus name. ഈ യേശുവിന്റെ നാമത്തിൽ ഇത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും? Like lack of confidence
confidence vanish in Jesus' name? എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയും? You are called for the King. നിങ്ങൾ ദൈവത്തിനോട് വിളിക്കപ്പെട്ടവനാണ്. You are no ordinary citizen. നീ ഏത് രാജ്യത്തിന്റെ പൗരത്വമാണ് നിനക്കുള്ളത് നിനക്ക് അറിയത്തില്ല. You are called to be served at the King's table. യേശുവിന്റെ മേശയിൽ, രാജാവിന്റെ മേശയിൽ ശുശ്രൂഷിക്കാൻ How വിളിക്കപ്പെട്ടവനാണ്. many can accept this word of God today? ദൈവത്തിന്റെ വചനം എത്ര പേർക്ക് സ്വീകരിക്കാൻ You will കഴിയും? be delivered today. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? You are no ordinary citizen. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും? You are not meant to be in the kitchen. നിങ്ങൾ അടുക്കളയിൽ ഇരിക്കാനുള്ളവനല്ല, You are not meant to be in the work area. വർക്ക് ഏരിയയിൽ ഇരിക്കാനുള്ളവനല്ല. You are at the King's table. നിങ്ങൾ രാജാവിന്റെ മേശയിൽ എത്താനുള്ളവരാണ്. You know, in my house, എന്റെ വീട്ടില് Amy has a container for turmeric. മഞ്ഞൾപ്പൊടിക്ക് ഒരു പാത്രമുണ്ട്. It became so old. അത് ഒത്തിരി പഴകിയതാ. She doesn't want anybody to see it. അത് ആരും കാണണമെന്ന് പുള്ളിക്ക് ആഗ്രഹമില്ല. Nobody buys gold for turmeric. ആരും പോയി മഞ്ഞപ്പൊടി നോക്കാൻ പോകത്തില്ല. Nobody buys silver container for turmeric. മഞ്ഞളിന്റെ പൊടി വയ്ക്കാൻ വെള്ളിയുടെ ഒരു പാത്രം ആരും മേടിക്കത്തില്ല. We bought a new house recently. ഞങ്ങൾ പുതിയ ഒരു വീട് അടുത്തോടെ മേടിച്ചു. You know, Amy went to a supermarket. Amy സൂപ്പർ മാർക്കറ്റിൽ പോയി and bought a beautiful best container to salt salts. എന്നാൽ ഉപ്പ് വയ്ക്കാൻ വേണ്ടി ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ ഒരു പാത്രം മേടിച്ചു. Oh hallelujah. ആമേൻ. How many of you can understand what I'm talking today? നിങ്ങൾക്ക് എത്ര പേർക്ക് രാജാവിന്റെ മേശയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്? You are a showpiece for God. നിന്നെ ദൈവത്തിന് വേണ്ടി ആയിത്തീരുന്ന എത്ര അഭിമാനമുണ്ട്? You are an advertisement for God. ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി മാറി നിൽക്കുന്ന എത്ര പേരുണ്ട്? Oh, you are meant to be so put in a beautiful container. നിങ്ങളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ഏറ്റവും മനോഹരമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. People see your container. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഏതിനകത്താണോ അതാണ് ജനം കാണാൻ പോകുന്നത്. It's at the center of the table. അതന്റെ മേശയുടെ നടുക്കിരിക്കും. Well, Amy bought a marble salt container. ഞങ്ങൾക്ക് എമി മേടിച്ചത് മാർബിൾ കൊണ്ടുള്ള ഒരു കണ്ടെയ്നർ, ഒരു പാത്രം മേടിച്ചു. It's a showpiece. അത് വെറും ഒരു പാത്രമല്ല, അത് മേശയുടെ നടുവിലുള്ള ഒരു ഷോ പീസ് ആയിട്ടാണ് മേടിച്ചത്. Turmeric doesn't get this privilege. മഞ്ഞളിന് ഈ പദവി കിട്ടത്തില്ല. Other spices don't get this വേറെ ഒരു മസാല പൊടിക്കും ഈ പദവി കിട്ടത്തില്ല. But salt is stored in a beautiful container. എന്നാൽ ഉപ്പിന്റെ പദവി വേറെയാണ്. അത് മനോഹരമായ ഒരു പാത്രത്തിൽ ഏറ്റവും പ്രധാനമായ സ്ഥലത്ത് രാജാവിന്റെ മേശയിലുണ്ട്. It's time to believe this. ഇത് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? It's time to accept this. ഇത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്? It's time to live like this. എത്ര പേർക്ക് ഇതനുസരിച്ചൊന്ന് ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട്? Not with murmuring. വെറുതെ. It's like Caleb. കാലേബിനെ പോലെ. I'm 85 years old. എനിക്ക് 85 വയസ്സായി. I probably left my strength in the desert. 45 വർഷം മുമ്പുള്ള എനിക്കുള്ള ശക്തി ഇന്നുകൊണ്ട്. But I am the salt that is served in the King's table. ഞാൻ രാജാവിനെ സേവിക്കാൻ വിളിക്കപ്പെട്ട മേശമേൽ വയ്ക്കുന്ന ഉപ്പാണ്. Give me the mountain. ആ പർവ്വതം എനിക്ക് തരിക. I don't care the giants in the mountain. അവിടെ കനാന്യരുണ്ടെന്ന് ഞാൻ അറിയുന്നു. I don't care how hard the task is. എത്ര ബുദ്ധിമുട്ട പരിപാടി വർക്കാണെന്ന് എനിക്കറിയാം. Give me the mountain. എന്നാൽ ആ മല എനിക്ക് തരിക. I'm the salt that serves the king. ഞാൻ രാജാവിന്റെ മേശപ്പുറത്തിരിക്കുന്ന പദവിയാണ് എനിക്കുള്ളതെങ്കിൽ ഞാൻ പിടിക്കും. Let's look at our mountains today morning. ഈ ഇന്ന് വേൽക്കാലം നിങ്ങൾ എത്ര മലകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്? Tell your mountains. നിങ്ങൾ അതിനെ പിടിക്കാൻ വിശുദ്ധരാണ്. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ചില മലകൾ പിടിച്ചെടുക്കാൻ ആമേൻ. രാജാവിന്റെ മേശപ്പുറത്തിരിക്കുന്ന പാത്രങ്ങളായി. Satan, you have no authority over me. നിങ്ങളുടെ മേൽ നിങ്ങൾ പിശാചിനോട് പറ, നിനക്ക് എന്റെ മേൽ ഒരധികാരം ഇല്ല. ആമേൻ. If you have to come in, നിങ്ങൾ അകത്ത് വന്നാൽ you have to ring the bell. നിങ്ങൾ ഒരു വീട്ടിനകത്ത് ചേരണമെങ്കിൽ കോളിംഗ് ബെൽ അടിക്കണം. Only if God allows he can come in. ഒരു അതുപോലെ തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. Mighty angels are guarding your gate. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ വെയിറ്റ് ചെയ്യുകയാണ്. How many of you can see the fence around you? ദൈവത്തിന്റെ വേലി എത്ര പേർ കാണാൻ സാധിക്കുന്നുണ്ട്? So once you transfer this into a container, നിങ്ങൾ ഉപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ king starts sprinkling. അത് കുലുക്കാൻ തുടങ്ങും. When the king sprinkles, അത് രാജാവ് അത് കുടഞ്ഞിടുമ്പോൾ I want to remind you of 3 things today. 3 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഓർക്കണം. 3 things to watch out for. ഈ ഉപ്പ് കുടഞ്ഞിടുമ്പോൾ 3 കാര്യം നടക്കും. When the king sprinkles, രാജാവ് ഇത് കുടയുമ്പോൾ 3 things to
you watch out for? 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Number 1. ഒന്ന്, Again, it starts with F, the letter F. 3 Fൽ നിന്ന് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Number 1. ഒന്ന്, Be flexible. നമ്മൾ വഴങ്ങുന്നവരായിരിക്കണം. If you go to 1 Kings, നമ്മളെ 1 രാജാക്കന്മാർ 1 Kings chapter 19 verses 10. 19-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. This is Elijah's complaint. ഇത് ഏലിയാവിന്റെ ഒരു പരിഭവമാണ്. Oh God, I brought fire from the sky. എന്റെ ദൈവമേ, ഞാൻ ആകാശത്ത് നിന്ന് നിനക്ക് വേണ്ടി തീയിറക്കി. I was jealous for you, God. പക്ഷേ ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിച്ചു. Something happened there that never happened before. ഒരിക്കലും സംഭവിക്കാത്ത ചിലത് അതുമൂലം സംഭവിച്ചു. But God, ദൈവമേ, I didn't even get 1 soul. എന്നാൽ എന്റെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ് ഞാൻ മാത്രമാണ് ആമേൻ ശേഷിച്ചിരിക്കുന്നത്. Not even 1 soul. ഒരൊറ്റ വ്യക്തി പോലും വേറെയില്ല. You know what happened there? എന്താ സംഭവിച്ചത് നമുക്കറിയാം. I'm talking of Mount of Carmel. കാർമൽ പർവ്വതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. It's almost like a movie scene. ഇതൊരു സിനിമയിലെ പോലെ നടക്കുകയാണ്. Elijah is the hero. ഏലിയാവ് അവിടെ രാജാവിനെ പോലെ നിൽക്കുകയാണ്. Prophets of Baal are the villains. മരുഭൂമിയിൽ കൂടെ ഓടിക്കൊണ്ട് ഏലിയാവ് പോവുകയാണ്. Prophets of Baal are the villains. Prophets of Baal are the villains. ബാലിന്റെ പ്രവാചകന്മാർ അപ്പുറത്തുണ്ട്. It's a beautiful scene. അത് നല്ല മനോഹരമായ കാഴ്ചയാണ്. You can equate Elijah to Mohanlal sometimes. Praise God, hallelujah. ഏലിയാവ് എങ്ങനെ നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. You can equate Elijah to Rajinikanth sometimes. സച്ചിൻ ഇതൊന്ന് കൂട്ടിക്കേണ്ടത്. Elijah is a hero. ഏലിയാവ് നായകനാണ്. He said, if God is Lord is God, serve him. ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ദാസന്മാർ എന്ന് ഉന്നതമായ അവസ്ഥയിലാണ്. If Baal is God, serve him. ബാലിനെ സർവ് ചെയ്യണമെങ്കിൽ നീ ബാലിനെ സർവ് ചെയ്യ. How long will you serve both? ഞാൻ ഇരുതോണി എത്രത്തോളം നിങ്ങൾ കാൽ വെക്കും. He asked the prophets of Baal. പ്രൈസ് ഗോഡ്. ബാലിന്റെ പ്രവാചകന്മാരോട് പറഞ്ഞു, make an altar. നീ ഒരു യാഗപീഠം പണിയേ. Put your bull in it. നിന്റെ യാഗവസ്തു അതിന്മേൽ വെക്ക്. No fire. തീ വന്നില്ല. Let the God who lives answer through fire. ദൈവം ആമേൻ തീ കൊണ്ട് ഉത്തരവരുന്ന ദൈവമായിരിക്കട്ടെ. It's really a movie scene. അത് ഒരു സിനിമയിലെ പോലെ നടക്കുകയാണ്. Elijah even taunts them. ഏലിയാവ് mocks them. ഏലിയാവ് അവരെ കളിയാക്കുകയാണ്. Hey, your God may be sleeping. നിങ്ങളുടെ രാജാവ് ഉറക്കത്തിലായിരിക്കും. Maybe he went for a journey. അവൻ ചിലപ്പോൾ യാത്രയ്ക്ക് പോയിരിക്കും. Shout more. അവൻ നിങ്ങൾ ഉറക്കം വിളിക്ക്. I know everyone's hair stands up reading that passage. ഇത് വായിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെയും രോമം ശരീരത്തിൽ രോമാഞ്ചം കൊള്ളും. We have seen many movies like that. അതുപോലത്തെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. When it was time of the evening offering, വൈകുന്നേരം ഭോജനയാഗത്തിന്റെ സമയമായപ്പോൾ Elijah mended the altar. അവൻ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം നന്നാക്കി. Put the bull down. അവൻ അതിന്റെ വീണ്ടും പണിതു. And prayed to God. ദൈവത്തോട് പറഞ്ഞു, send fire. തീ അയക്കണമെന്ന് പറഞ്ഞു. Fire came. ആ നിമിഷം തീ ഇറങ്ങി. Burned the offering. ആ ദൈവത്തിന്റെ യാഗത്തെ ദഹിപ്പിച്ചു. Something that's never happened before. ഒരിക്കലും അതുപോലെ സംഭവിച്ചിട്ടില്ല. But Elijah is complaining, God, ദൈവത്തോട് ഏലിയാവ് പറയുകയാണ്, I did all that. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. Not one soul. ഒരു വിധത്തിൽ പോലും Not one person changed their mind. ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെട്ടില്ല. People clap saying, hey, good entertainment. ആമേൻ. ഇത് നല്ല ഒരു പ്രകടനമായിട്ട് അവരെടുത്തു. Nobody changed. ഒരുത്തിനും വ്യത്യാസം വന്നില്ല. You know what God said? ദൈവം എന്താ പറഞ്ഞറിയാമോ? Come to the mountain. മലയിലേക്ക് വരിക. I'm going to pass by you. ഞാൻ അതിൽ കൂടെ നിന്റെ മുമ്പിൽ കടന്നു പോകാൻ പോകുകയാണ്. God said, come to the mountain. ഗുഹയിലേക്ക് വരിക. ഞാൻ കടന്നു പോകാൻ പോകുകയാണ്. I'm going to pass by you. പർവ്വതത്തിൽ നിന്റെ മുമ്പിൽ കൂടെ കടന്നു പോകാൻ പോകുകയാണ്. Earthquake, wind came. ആദ്യം ഭൂകമ്പം വന്നു, പിന്നീട് കൊടുങ്കാറ്റ് വന്നു. Huge wind. എല്ലാത്തെയും ഇളക്കി മറിക്കുന്ന കൊടുങ്കാറ്റ്. Earthquakes came. ഭൂകമ്പം വന്നു. Fire came. തീ വന്നു.
God was not in it. എന്നാൽ അതിലൊന്നിലും ദൈവം ഉണ്ടായില്ല, യഹോവ ഉണ്ടായില്ല. Small voice ഒരു came. ചെറിയ ശബ്ദത്തിൽ God was in it. ദൈവം അവനോട് സംസാരിച്ചു. You know what God told Elijah? എന്താ ദൈവത്തെ ഏലിയാവിനോട് Hey, പറഞ്ഞറിയാമോ? Elijah, ഏലിയാവേ, whose idea was Mount Carmel? മൗണ്ട് കർമ്മേൽ പർവ്വതത്തിൽ നിന്നെ നിർത്തിയത് ആരാണ്? I didn't ask you to go to Mount Carmel. ഞാനാണ് നിന്നോട് പറഞ്ഞത് അവിടെ I asked പോകാൻ. you to go to Ahab and say rain is coming. അവൻ ആരാണ് മഴ വരുന്നു പറഞ്ഞത്? ഞാനാണ് നിന്നോട് പറഞ്ഞത്. Elijah got offended with Ahab. ദൈവം പറഞ്ഞത് ഓർത്ത് ഏലിയാവിനെ ബുദ്ധിമുട്ടായി. Ahab called him a bad name, troublemaker. ഞാൻ പ്രശ്നമുണ്ടാക്കുന്നവനാണെന്ന് നാട്ടുകാർ പറഞ്ഞു. And this was Elijah's response to that. ഒരു ഏലിയാവ് അതിന് ഉത്തരവാദമുള്ളവനായിരിക്കുമ്പോ Come to Mount Carmel. നീ കർമ്മേൽ പർവ്വതത്തിലേക്ക് വരിക. I'll show you who I am. ആമേൻ. നീ ആരാണെന്ന് ഞാൻ പർവ്വതത്തിൽ കാണിച്ചു God കൊടുക്കാം. said, I didn't ask you to do Mount Carmel. ഞാൻ നിന്നോട് മൗണ്ട് കർമ്മലിൽ വരാൻ പറഞ്ഞില്ല. I didn't go ask you to make such a scene. ഞാൻ അങ്ങനത്തെ ഒരു പ്രകടനത്തിന് നിന്നെ വിളിച്ചില്ല. I can be in the wind and the earthquake. ഞാൻ ആമേൻ പ്രൈസ് ഗോഡ് നിന്റെ ഭൂകമ്പത്തിന്റെ ഞാൻ വരുന്നവനല്ല. I can be in the small word. ഞാൻ ചെറിയ ഒരു കാറ്റിൽ കൂടെ ഞാൻ സംസാരിക്കുന്നവനാണ്. Child of God. ദൈവത്തിന് സൂക്ഷിക്കുമ്പോൾ Don't think you didn't go to Bible school. നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പോകണമെന്ന് പഠിക്കണ്ട. Don't think you don't know how to speak. എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയണ്ട. Don't think you don't know how to. You have no training. എങ്ങനെ സംസാരിക്കണമെന്ന് നീ അറിഞ്ഞില്ലെങ്കിൽ പോലും God delivers you a small word. ഒരു ഒറ്റ വാക്ക് മതി ദൈവത്തിന്. It's not always about the earthquakes. ദൈവത്തിന്റെ സാന്നിധ്യം ഭൂകമ്പത്തിലുണ്ടായിരുന്നില്ല. It's not always about the wind. കൊടുങ്കാറ്റിലുണ്ടായിരുന്നില്ല. The small word. ഒരു ചെറിയ വാക്കിൽ Take this word. ഈ വാക്കുമായി പോകാം. Go into the world. ലോകത്തിലേക്ക് പോകാം. You will see souls. നീ ആത്മാക്കൾ നേടുന്നത് കാണാൻ സാധിക്കും. Being flexible for Christ. കർത്താവിന് വേണ്ടി വഴങ്ങുന്നവരായിരിക്കുക. Know how much to do and how much not to do. എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. One of the life-changing advices my dad gave me was, എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഉപദേശം എന്റെ പിതാവ് എനിക്ക് തന്നത്, when you stand to preach, നീ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ it's not about hitting all the points. നീ എല്ലാ പോയിന്റും പറയാൻ നിൽക്കണ്ട. It's not about fulfilling the agenda. നിന്റെ പട്ടിക മുഴുവനും തീർക്കാൻ നിൽക്കണ്ട. It's about being flexible to the Holy Spirit. ദൈവത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി വഴങ്ങി കൊടുത്താൽ, It's about opening the mouth in faith for the Holy Spirit. ദൈവത്തിൽ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് നീ വായ തുറന്നാൽ Let him take control. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഏറ്റെടുക്കട്ടെ. That will speak to the hearts. ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. Your points may not transform people. നിന്റെ പോയിന്റുകളൊന്നും ജനത്തിന് ചിലപ്പോൾ ഏക്കത്തില്ല. Your agenda may not change lives. നമ്മുടെ വലിയ പട്ടിക എഴുതി വെച്ച കാര്യങ്ങൾ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ല. The Holy Spirit speaks to the hearts. എന്നാൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ, Hearts of rock become flesh. ദൈവത്തിന്റെ വചനം ഇടപെടുമ്പോൾ, When the word of God penetrates, ദൈവത്തിന്റെ വചനം തറച്ചു കയറുമ്പോൾ, cedars of Lebanon cannot withstand it. ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ പോകത്തില്ല. ദൈവവചനം നിവർത്തിക്കും. The cedars of Lebanon cannot withstand it. Praise God. Cedars of Lebanon. ലെബനോനിലെ ദേവദാരുക്കൾ, Rocks break in the word of God. അത് തകർക്കുന്ന പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിന്റെ വചനം. That's what we want. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യുമെന്ന് It's ആർക്കറിയാം? not about the agenda. നിന്റെ സ്വന്തം പദ്ധതി അനുസരിച്ചല്ല. Lot of churches went to peril because of that. അനേക സഭകൾ മാനുഷികമായ പദ്ധതികൾ കൊണ്ട് നടത്തിയിട്ട് തകർന്നു പോയപ്പോ, It was all about the agenda. എല്ലാവരും അവരവരുടെ പ്രോഗ്രാം ഉള്ളപ്പോ, It was all about hitting the points. ഏറ്റവും നല്ലത് ദൈവം ഉദ്ദേശിക്കുന്ന ആ പോയിന്റിലേക്ക് നീ വരിക എന്നുള്ളതാണ്. It is about being flexible for the Holy Spirit. അതിനുവേണ്ടി നീ ദൈവത്തിന് വഴങ്ങുന്നവനായിരിക്കണം. That is the first F. അത് ഒന്നാമത്തെ എഫ്. I'll conclude soon. The second F. രണ്ടാമത്തേത് Fast. വേഗം. If you read Acts chapter 8, അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ, we don't have time to read it. ഞാനത് വായിക്കാം. You see Philip with the eunuch. ഈ ഷണ്ഡന്റെ അടുക്കലും ഷണ്ഡനെയും ഫിലിപ്പിനെയും നമ്മളിവിടെ കാണുന്നു. That encounter with the eunuch is always highlighted as the ideal witnessing for God. ഫിലിപ്പോസ് ദൈവത്തിന്റെ അതിശക്തമായ ഒരു സാക്ഷിയായിട്ട് ശമര്യപട്ടണത്തിൽ നിൽക്കുന്ന സമയമാണ്. Philip was flexible to God. എന്നാൽ ഫിലിപ്പോസ് ദൈവത്തിന് വഴങ്ങുന്നവനായിരുന്നു. Philip was doing revival in Samaria. ശമര്യ പട്ടണത്തിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. That's when God said, the feeble small voice. എന്നാൽ ചെറിയ ഒരു ശബ്ദത്തിൽ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, Philip, stop. Go that the direction to the desert. നീ ഗസയ്ക്കുള്ള
നിർജ്ജനമായ വഴിയെ പോകാം. When God started shaking the sprinkler, ദൈവം ഉപ്പ് കുലുക്കുന്നത് പോലെ കുടയാൻ തുടങ്ങി. Philip didn't ask, "Hey God, why now? ഫിലിപ്പോസിനോട് ചോദിക്കാം, എന്തിനാ ദൈവം ഇപ്പോൾ? Give me one more day, I can get 10 more എനിക്ക് souls. ഒരു ദിവസം കൂടെ തന്നാൽ ഇനിയും 10 ആത്മാക്കൾ കൂടെ രക്ഷിക്കപ്പെടും. Hey, I have to preach in 2 more cities, give me 2 more days." ഇനി 2-3 പാപികളോട് കൂടി എനിക്ക് പ്രസംഗിക്കാനുണ്ട്. Philip was flexible. Philip said, "Okay God." എന്നാൽ ഫിലിപ്പോസ് വഴങ്ങുന്നവനായിരുന്നു. അവൻ പറഞ്ഞു, ശരി കർത്താവേ. When God started shaking the sprinkler, ദൈവം കുടയാൻ തുടങ്ങി. Philip was flexible. ഫിലിപ്പോസ് വഴങ്ങുന്നവനായി. Second F. രണ്ടാമത്തെ എഫ്. We see that God said, "Hey Philip, see the chariot there. ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞു, ആ രഥം നീ നോക്ക്. Run to that chariot." ആ രഥത്തിനടുക്കൽ ഓടിച്ചല്ലേ. God said, "Go to the chariot." അതിലേക്ക് ആ രഥത്തിന്റെ അടുത്തേക്ക് ചെല്ല്. Philip ran to the chariot. ഫിലിപ്പ് ഓടിച്ചെന്നു. That's what I'm talking about. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. When God shows you a chariot, ദൈവം രഥം കാണിച്ചു തരുമ്പോ running to the chariot, നീ അതിലേക്ക് ഓടിച്ചെല്ലുക. it wasn't easy for Philip. അതിന് ഒരു പ്രയാസവും ഫിലിപ്പോസിനുണ്ടായില്ല. Philip probably never got into a chariot in his life. ഇന്റെ ജീവിതത്തിൽ ഫിലിപ്പോസ് ഒരു രഥത്തിന്റെ പുറകെ ഓടിയിട്ടില്ല. He has never been in a Benz car. അവൻ ഒരിക്കലും ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്തിട്ടില്ല. He has no idea how a chariot feels like. രഥം എന്താണെന്ന് പോലും ഫിലിപ്പോസിന് ഒരു ധാരണയില്ല. Run to the chariot. ആ രഥത്തിലേക്ക് എന്നിട്ടും ഓടുക. The Enoch was a foreigner. ഒരു വിദേശി അതിലേക്ക് പോവുകയാണ്. He had no license to preach to the Gentiles then. ഒരു ജാതീയമായ ഒരുത്തനോട്, ജാതികളിൽ നിന്ന് ഒരുത്തനോട് സുവിശേഷം പറയാനുള്ള അനുവാദം അവന് കിട്ടിയിട്ടില്ല, ലൈസൻസ് കിട്ടിയിട്ടില്ല. Peter's vision came after that. പത്രോസിന് ശേഷമാണ് വന്നത്. On top of that, അതുകൂടാതെ he's black. അവൻ കറുത്തവനാണ്. He doesn't look like you. അവൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന കറമ്പനാണ്. It was hard. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But when God pointed the chariot, എന്നാൽ കർത്താവ് രഥം ചൂണ്ടിക്കാണിച്ചാൽ Philip was like, "God, ദൈവമേ, I don't care. എനിക്കിതൊരു വിഷയമല്ല. I don't care if I've not been in a chariot before. ഞാൻ രഥത്തിൽ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ I എനിക്കൊരു don't care if വിഷയമല്ല. I don't know how to speak to officials. എനിക്ക് അവനോട് ഉന്നതന്മാരോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ലെങ്കിലും വിഷയമല്ല. I don't care if he's a foreigner and may not even speak the അവനൊരു language. വിദേശിയാണെന്നോ അവന്റെ ഭാഷ എന്താണെന്നോ എനിക്കൊരു പ്രശ്നമല്ല. I don't care if he looks black. അവൻ കറമ്പനായാലും എനിക്ക് വിഷയമല്ല. I'm going to run ഞാൻ അങ്ങോട്ട് ഓടാൻ പോവുകയാണ്. because you said so. ദൈവം പറഞ്ഞതനുസരിച്ച് ഓടാൻ പോവുകയാണ്. Fast. വേഗത്തിൽ. When God starts shaking the sprinkler, ദൈവം കുലുക്കാൻ ആരംഭിക്കുമ്പോൾ Can you നീ jump first? വേഗത്തിൽ അതിനോട് പ്രതികരിക്കണം. can you jump first? ആദ്യമേ ചാടി വീഴണം. Can you jump first? ചാടി വീഴണം. You know, if Philip misses that slot, ആമേൻ. ഫിലിപ്പോസ് തന്റെ ആ നിയോഗത്തിലേക്ക് ചാടി വീണു. if Philip hadn't run to the chariot, ഫിലിപ്പോസ് ഓടിയില്ലായിരുന്നെങ്കിൽ that slot was missed. Again, ചിലപ്പോൾ ഈ നേരെ അവന് മിസ് ചെയ്തേനെ. when God shakes the sprinkler, ദൈവം കൊലയും കുലുക്കുമ്പോ, oh hallelujah, who is ready to jump first tonight? നിങ്ങളിൽ എത്ര പേര് ആദ്യം ചാടി വീഴും? Who has the faith to jump first? ചാടി വീഴാനുള്ള വിശ്വാസം എത്ര It പേർക്കുണ്ട്? doesn't make sense all the time. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇത് നടക്കത്തില്ല. Chariot is too high for me. രഥം ഏറ്റവും എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഉന്നതമാണെന്ന് ചിന്തിക്കല്ലേ. I don't speak the language. നിന്റെ ആ ഭാഷ എനിക്ക് വിഷയമല്ല. I don't know this guy. ഈ ആളെ എനിക്ക് പരിചയമില്ല. He looks dark. ദൈവമേ, ഇവൻ കറുത്തവനാണ്. He looks scary. അവൻ കറുത്തവനാണ്. Because you said so. പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് ഫിലിപ്പോസിന് ഒരു സംശയവുമില്ല, ഒരു That's ഭയവുമില്ല. what God is looking for today morning. ഇന്ന് പ്രവൽക്കാലം എത്ര പേർ God is looking for who can jump first today. എത്ര പേർ ആദ്യമേ ചാടി വീഴും? Oh, God is looking for who can jump first out of the sprinkler. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് ഇന്ന് ആദ്യമേ ചാടി വീഴാൻ കഴിയും. നിന്നെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നു. Do you have the faith to jump? ചാടി വീഴാനുള്ള ഒരു വിശ്വാസം ഉണ്ടോ? God will take care of the rest. ദൈവം ബാക്കി കാര്യം നോക്കിക്കോളും. Let me talk about one more thing. ഒരു എഫ് കൂടെ പറയട്ടെ. Third F. മൂന്നാമത്തേത് Fill. നിറയുക, ഫില്ല് ചെയ്യുക. When Philip went close to the chariot, ഫിലിപ്പോസ് രഥത്തോടടുത്തപ്പോൾ he heard the Enoch reading Isaiah. അവൻ കണ്ടു ഈ ഷണ്ണൻ യെശയ്യാ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. It was a gloomy scene. അവന്റെ മുഖം ആകെ മന്ദമായിരിക്കുന്നു. He was reading about sheep to the shearer. അവൻ അറുക്കാനുള്ള ആടിനെ പോലെ കൊണ്ടുപോകുന്ന ഭാഗം വായിച്ചപ്പോൾ He was reading about
a person who got humiliated. ഒരു തന്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയ ഒരുവനെ കുറിച്ച് He വായിച്ചപ്പോൾ was reading about a person who didn't get justice. ഒരു ന്യായം കിട്ടാത്ത ഒരുവനെ കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. It was not the ideal situation to start a conversation. ഒരു സംസാരം തുടങ്ങാൻ ആവശ്യമുള്ള നല്ല ഒരു സമയമല്ല. Philip may have thought, ഫിലിപ്പ് വിചാരിച്ചു കാണും, hey, it's the eunuch of the king. ഇവിടെ രാജാവിന്റെ ക്ഷണനാണ്. I should start preaching about the king. രാജാവിനോട് സംസാരിക്കുന്നതിനുള്ള സമയമല്ല. He's a eunuch who is in charge of justice. ആ നിയമത്തിന്റെ ന്യായത്തെ കുറിച്ചും എല്ലാം ചിന്തിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന സമയമല്ല. The God of justice. ആ സമയം നീതിമാനായ ദൈവത്തെ കുറിച്ച് സംസാരിക്കാനുള്ള സമയമല്ലെങ്കിലും I should talk about the God who takes away humiliation. ദൈവം താഴ്ചയുള്ളവനെ അവനെ താഴ്ച മാറ്റിയെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഫിലിപ്പോസ് പറയാൻ ആരംഭിച്ചു. You know what Philip preached? എന്തോ ഫിലിപ്പ് എന്നറിയാമോ? He filled in the gap. ഇവന്റെ മനസ്സിലാകാതെ കിടന്ന കാര്യങ്ങൾ ഫിലിപ്പോസ് അവനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. The children of the world doesn't need a sweet voice. നമ്മള് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ മധുരമുള്ള വാക്കുകളൊന്നും വേണമെന്നില്ല. They don't want you to start a new conversation. നമ്മൾ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനകത്ത് എന്തുണ്ടായിരിക്കും They don't want to start a new sentence. ഒരു വലിയ സെന്റൻസ് വേണ്ട. They want you to fill in the gap. ഉള്ള സെന്റൻസ് അങ്ങ് ഫില്ല് ചെയ്താ മതി. They start, you fill. They start, you fill. അവർ തുടങ്ങും, നീ അത് അവസാനിപ്പിക്കും. Oh, hallelujah. അതാണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത്. Jesus was healed before he preached. ദൈവം കർത്താവായ യേശുക്രിസ്തു പ്രസംഗിക്കുന്നതിന് മുമ്പ് സൗഖ്യം നൽകി. Before he healed, his heart was filled with compassion for the people. സൗഖ്യം നൽകുന്നതിന് മുമ്പ് അവന്റെ ഹൃദയം മറ്റുള്ളവരെ കുറിച്ചുള്ള മനസ്സലിവ് കൊണ്ട് നിറഞ്ഞു. Paul says, if you don't do this with love, നിങ്ങൾ മനസ്സലിവില്ലാതെ എന്ത് ചെയ്താലും, if you do this out of duty, നിങ്ങളൊരു ജോലി കടമ നിർവഹിക്കുന്ന പോലെ if you do this out of guilt, നമ്മള് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനകത്തൊരു ഒരു മനസ്സലിവ് വേണം. It's utter waste. You wasted your time. നമ്മുടെ ഇതില്ലാതെ ചെയ്താൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ ഒരു ഉപകാരമില്ലാത്ത വേസ്റ്റ് ആയിട്ട് പോകും. Can you fill in love today? ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയാൻ സാധിക്കുമോ? What is your motivation today? നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പുറകിലെ ഉദ്ദേശം എന്ത്? Is it love? ദൈവികമായ സ്നേഹമാണോ? Is it name or fame? അത് പേരെടുക്കാനുള്ള പരിപാടിയാണോ? Is it out of guilt? നിങ്ങളുടെ പാപം, നിങ്ങളുടെ കുറ്റബോധം മറയ്ക്കാനാണോ? Is it out of good conscience? നിങ്ങളുടെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താനാണോ? Big zero. നിങ്ങൾ വട്ടപൂജ്യമായി Paul മാറും. says big zero. വട്ടപൂജ്യമാകും. What is your motivation today? ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഉദ്ദേശം എന്ത്? നിങ്ങളുടെ ഉദ്ദേശം എന്ത്? If it is not love, അത് സ്നേഹമല്ലെങ്കിൽ big zero. വലിയ വട്ടപൂജ്യം. The judge marks differently. വലിയ വട്ടപൂജ്യമാണ് ദൈവത്തിന്റെ നോട്ടത്തിൽ. This judge marks differently. ആമേൻ. നിനക്ക് കിട്ടുന്ന മാർക്ക് 0 ആയിരിക്കും. He doesn't look outside. അവൻ പുറമേ നോക്കുന്നില്ല, He looks the heart. അവൻ ഹൃദയത്തെ നോക്കുന്നു. What is your motivation today? നിന്റെ ഉദ്ദേശം എന്ത്? Is it love? യേശുക്രിസ്തുവിന്റെ സ്നേഹമാണോ? Let's look into your hearts today. നിന്റെ ഹൃദയത്തിലേക്ക് നോക്കാം. Oh, it's cool to make a scene. ഒരു പ്രകടനം നടത്താനല്ല. It's cool to bring fire from heaven. അത് തീയിറക്കുന്ന വിഷയമല്ല. I'll be a hero. ഞാനൊരു വലിയ വീരനായിട്ട് മാറാനല്ല. Big zero. അങ്ങനെ ശ്രമിച്ചാൽ വലിയ വട്ടപൂജ്യമായി മാറും. Becomes a zero. ഒരു പ്രയോജനം കാണത്തില്ല In the eyes of God. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. What is your motivation today? നിന്റെ ഹൃദയത്തിൽ ഉദ്ദേശം എന്താ? നീ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്താ? If it is not love, ദൈവത്തിന്റെ ലോകത്തിന്റെ പുറകെ പോകാനല്ല. let's ask God to help us. ദൈവം സഹായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. Let me conclude my word. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 3 things. 3 കാര്യം. Being flexible for God. ഒന്ന്, വഴങ്ങുന്നവനായിരിക്കുക ദൈവത്തിന്. Being fast for God. വേഗത്തിൽ പ്രവർത്തിക്കുക. Fill in for God. നിറഞ്ഞ ദൈവത്തെ ആത്മാവ് കൊണ്ട് നിറയുക. When the King of Kings shakes the sprinkler, രാജാവ് കുലുക്കുമ്പോ can you be flexible? നിങ്ങൾക്ക് വഴങ്ങി കൊടുക്കാൻ പറ്റുമോ? Can you jump out first? നിങ്ങൾക്ക് ആദ്യമേ ചാടി വീഴാൻ പറ്റുമോ? Can you fill in? നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കുമോ? You know what happens? എന്താ നമുക്കറിയാമോ? That Enoch was the first convert of Africa. ആഫ്രിക്കയിലെ ഒന്നാമത്തെ വിശ്വാസിയായിട്ട് അവൻ മാറി. Today crores and crores of night. ദൈവത്തിന് വേണ്ടി അനുസരണമുള്ളായിരിക്കാൻ കഴിയുമോ? Can you be flexible to the Holy Spirit? ദൈവത്തിന് വേണ്ടി വഴങ്ങുന്നവനാകാൻ സാധിക്കുമോ? Can you run when he says to ask you to കർത്താവ് move? പറയുമ്പോൾ ഓടി ഇറങ്ങാൻ പറ്റുമോ? Not your agenda. Not your agenda. നീ ഒരു ജാതിയനല്ല. Let us meet them where they are.
അവർ ചെല്ലുന്ന അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെന്ന്, not in church, സഭയിലല്ല, outside church. സഭയ്ക്ക് പുറത്ത്. You read the disciples when they came together. ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ They had two things to do. രണ്ട് കാര്യം They ചെയ്യാനുണ്ടായിരുന്നു. spent time in the temple, ഒന്ന് ആലയത്തിൽ സമയം and ചെലവഴിക്കുക, their fellowship in the houses. വീടുകളിൽ കൂട്ടായ്മ ആചരിക്കുക. You might think they went to the temple to worship. അവർ ആലയത്തിൽ ആരാധനയ്ക്ക് പോയെന്ന് No, മനസ്സിലാക്കി. worship was at home. അവർ വീടുകളിലാണ് ആരാധിച്ചിരുന്നത്. They went to the temple അവർ ആലയത്തിൽ ചെന്ന് എന്തിനാണെന്നറിയാമോ? because the lost sheep is there. അവിടെ ആടുകൾ. Lost sheep is not in your house. നിന്റെ വീട്ടിൽ ആരാധന നടക്കുമ്പോ You need to get out. നീ പുറത്തിറങ്ങണം. Let's look into your hearts tonight. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരിശോധിക്കാം. Can we be obedient to the word of God? ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരായി മാറുമോ? If you take in the word of God, നമ്മൾ ലോകത്തിന്റെ ദൈവവചനം വായിക്കുമ്പോൾ His promises He can change the heart of stone to flesh. അവന്റെ വചനം പറയുന്നു, കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസമാക്കി മാറ്റുവാൻ കഴിയുന്ന വചനമാണ്. Seeds don't grow in rocks. നിങ്ങൾ പാറയെ പോലുള്ള ഹൃദയങ്ങളെ കണ്ട് ഭയപ്പെടല്ലേ. Let's pray to God. പ്രാർത്ഥിക്കാം. Let the seed fall on good soil, God. ദൈവത്തിന് വേണ്ടി ഉപ്പുകളായിട്ട് മാറാം. Use me for you, God. ദൈവത്തിന് വേണ്ടി നീ സംസാരിക്ക്.